അപ്പൊ ഞാനിന്ന് വന്നിട്ടുള്ളത് അസമിലെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള മാ കാമാഖ്യ ടെമ്പിളിലാണ്. അപ്പൊ അതിന്റെ മുന്നിലാണ് കേട്ടോ. അപ്പൊ ഇവിടെ ഒരാള് പൂജാ സാധനങ്ങളൊക്കെ വണ്ടി ക്ഷണിക്കുന്നുണ്ട്. ഇതാ പൂക്കളുണ്ട്, അതുപോലെ ബേക്കറി ഐറ്റംസ്, മാലകള് ഉണ്ട്, പിന്നെ ഈ ചുവന്ന നിറത്തിലുള്ള ഇതുപോലത്തെ ഷാളുകള്, ഇതൊക്കെ അവിടെ വിൽക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇവിടുത്തെ ഒരു പ്രധാന പൂജാ സാധനങ്ങളാണ് ഇതൊക്കെ. ഇങ്ങനത്തെ ഓരോ ഐറ്റംസ് ആണ് ഇവിടെ പൂജാ സാധനങ്ങളായിട്ടുള്ളത്. കണ്ടില്ലേ, പട്ട്, നാളികേരം, പിന്നെ മാല, അതുപോലെ ബേക്കറി ഐറ്റംസ്, ഇതൊക്കെയാണ് പലരും പൂജയ്ക്ക് വേണ്ടിയിട്ട് കൊണ്ടുപോകുന്നത്. നല്ല തിരക്കാട്ടോ, രാവിലെ മുതൽ തന്നെ നല്ല തിരക്കാണ്. ഞാൻ ഇപ്പൊ രാവിലെയാണ് എത്തിയിട്ടുള്ളത്. ഇവിടെ പുലർച്ചെ 3 മണിക്കൊക്കെ ആളുകൾ വന്ന് വരി നിൽക്കുന്നതാണ് അറിയാൻ കഴിഞ്ഞത്. 7 മണിക്കാണ് അമ്പലം തുറക്കുക. അപ്പൊ തന്നെ ആളുകളൊക്കെ ഇഷ്ടം പോലെ വരി നിൽക്കും. കാരണം 4-5 മണിക്കൂറൊക്കെയാണ് ഇവിടെ തിരക്കായിട്ടുണ്ടാവുക. ഗുവാഹട്ടി എയർപോർട്ടിൽ നിന്ന് ഇവിടേക്കുള്ള ദൂരം എന്ന് പറയുന്നത് 20 കിലോമീറ്ററും അതുപോലെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 6 കിലോമീറ്ററുമാണ് ഈ അമ്പലത്തിലേക്കുള്ള ദൂരം. ഈ ക്ഷേത്രത്തിൽ വരുന്ന ഭക്തർക്ക് വേണ്ടിയിട്ട് ഭക്ഷണം സൗജന്യമായിട്ട് കൊടുക്കുന്നുണ്ട്. 12 മണി മുതൽ 3 മണി വരെയാണ് കേട്ടോ ഇവിടെ ടോക്കൺ കൊടുക്കുന്നത്. ടോക്കൺ മേടിച്ചതിന് ശേഷം ഇപ്പുറത്താണ് ഭക്ഷണം കൊടുക്കുന്ന സ്ഥലം. ഇവിടെ വെച്ചിട്ട്, ഇതിന്റെ ഉള്ളിൽ വെച്ചിട്ടാണ് ഭക്ഷണം കൊടുക്കുക. വരുന്ന വഴിയിൽ മുഴുവനായിട്ട് ഇതുപോലത്തെ പൂജാ സാധനങ്ങൾ വിൽക്കുന്ന കടകളാണ്. കുറച്ചും കൂടി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ കുറെ സ്റ്റെപ്പുകളാണ്. ഈ സ്റ്റെപ്പ് കയറിയിട്ട് വേണം പിന്നെ ക്ഷേത്രത്തിലേക്ക് പോവാനായിട്ട്. ഇതാ തൊട്ട് വലത്ത് ഭാഗത്ത് ഒരു ക്ഷേത്രമുണ്ട്. എല്ലാ ആളുകളും വരുന്നത് പൂജാ സാധനങ്ങളുമായിട്ടാണ് കേട്ടോ. മെയിനായിട്ട് ഈ ബേക്കറി ഐറ്റംസ്, അതുപോലെ നാളികേരം, പട്ട്, ഇതുപോലുള്ള സാധനങ്ങളാണ് പൂജാ സാധനങ്ങളായിട്ട് ഇവിടെ കൊണ്ടുവരുന്നത്. നല്ല തിരക്കാണ്. ഇവര് മാലയൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പലതരത്തിലുള്ള പൂക്കളാണ് ഇവിടെയൊക്കെ. നല്ല അടിപൊളി പൂക്കളുണ്ട്. അപ്പൊ നമ്മൾ മെയിൻ അമ്പലത്തിലേക്ക് വരുന്ന വഴിയിൽ തന്നെ വേറെയും അമ്പലങ്ങളുണ്ട്. അമ്പലത്തിന്റെ മെയിൻ ഗേറ്റിലാണ് കേട്ടോ എത്തിയിട്ടുള്ളത്. അങ്ങനെ മെയിൻ ഗേറ്റും കടന്ന് ഉള്ളിലെത്തിയിട്ടുണ്ട്. മറ്റെവിടെയും കാണാത്ത വിധത്തിലുള്ള ആരാധനയും വിശ്വാസങ്ങളുമാണ് നിലവിൽ ഇവിടെ ഉള്ളത്. കുറച്ച് ആടുകളൊക്കെ കാണാം കേട്ടോ. ഇതെന്താന്ന് വെച്ചാല് ഇവിടെ ആടുകളെയും പ്രാവിനെയൊക്കെ ബലി കൊടുക്കുന്ന ഒരു രീതി നിലവിലുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഓരോരുത്തർ ആടുകളെ കൊണ്ടുവന്ന് കൊടുത്തിട്ടുള്ളതാണ് ഇതൊക്കെ കേട്ടോ. ഇതാ 3 എണ്ണം ഇപ്പൊ നിലവിലുണ്ട്. ഇപ്പൊ ഇവിടെ ഇതാ അവിടെ ഒക്കെ പല സ്ഥലങ്ങളിലും കാണാം. അപ്പൊ ഞാൻ ഈ അമ്പലം ഒന്ന് പ്രദക്ഷിണം വെക്കട്ടെ, മൊത്തം കാഴ്ചകൾ കാണുകയും ചെയ്യാം. മൊത്തം ഒരു ചോപ്പുമായിട്ടാണ് കാണുന്നത്. എല്ലാവരും ചോപ്പാണ് ഇട്ടിട്ടുള്ളത്. രണ്ടാളുകൾ ഇവിടെ കുറെ പ്രാവിനെ കൊട്ടയിലാക്കിയിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ബലി കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ആവശ്യക്കാർക്ക് ഇവിടെ വന്ന് വാങ്ങാം, അങ്ങനെ ബലി കൊടുക്കുക, അതിന് വേണ്ടിയിട്ടാണ്. 3 കൊട്ടകളുണ്ട്. ഈ കൊട്ടകളിൽ നിറയെ പ്രാവുകളാണ്. അമ്പലത്തിന്റെ ഒരു ഭാഗത്ത് ഒരുപാട് ആളുകൾ ദീപം തെളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവിടെയും തന്നെ നല്ല തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഇതിന്റെ ഉള്ളിലൊക്കെ ഒരുപാട് ആളുകളുണ്ട് കേട്ടോ. ഇവരൊക്കെ വേണമെങ്കിൽ പുലർച്ചെ വന്നതാവും. കാരണം 4-5 മണിക്കൂറൊക്കെ നിന്നെങ്കിൽ മാത്രമേ ഇവർക്കൊക്കെ ദർശനത്തിന് കഴിയുള്ളൂ. അത്രയും തിരക്കാണ് ഇവിടെയൊക്കെ. നിലവിൽ ഇവിടെ വിഗ്രഹങ്ങളില്ല. അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. വിഗ്രഹങ്ങളില്ല എന്ന് മാത്രമല്ല, ഇവിടുത്തെ ആരാധന എന്ന് പറഞ്ഞാൽ യോനി പൂജയാണ്. അതും ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ്.
അപ്പൊ ദേവിയുടെ 51 ശക്തിപീഠങ്ങളിൽ ഒന്നാണ് ഈ മാ കാമാഖ്യ ക്ഷേത്രം. അമ്പലത്തിന്റെ ഒരു സൈഡിലായിട്ട് കുറെ ഗാലറി പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ അതിന്റെ ആ സ്റ്റെപ്പിനടുത്ത് ഇരിക്കുന്നത്. ഇവിടുന്ന് നോക്കി കഴിഞ്ഞാൽ മുഴുവനായിട്ട് കാണാൻ പറ്റും അമ്പലം. പിന്നെ പിന്നിൽ കാണുന്ന ആളുകൾ കണ്ടില്ല, ഇവര് മുഴുവനായിട്ട് ഇവിടെ ക്യൂവിലാണ് കേട്ടോ. ആ ക്യൂ അത്രയും ഒരുപാട് ദൂരം ക്യൂ ആണ്. താഴത്തു കൂടെ ആളുകൾ ഇങ്ങനെ പോകുന്നതും അതുപോലെ ക്ഷേത്രവും പ്രാക്കളെ കണ്ടില്ല, ഒരുപാട് പ്രാക്കൾ ഇതിന്റെ മുകളിലുണ്ട് ക്ഷേത്രത്തിന്റെ. ഇപ്പൊ എത്തിയിട്ടുള്ള ബലിപ്പുരയിലേക്കാണ് കേട്ടോ. ഇവിടെയാണ് ആടുകളൊക്കെ ബലി കൊടുക്കുന്ന സ്ഥലം. ഇവിടെ കുറെ ആടുകൾ ഇത് അപ്പുറത്തൊക്കെ കാണാം. ഇവിടെയൊക്കെ കുറെ ആടുകളുണ്ട് കേട്ടോ ബലി കൊടുക്കാനായിട്ട്. ഇത് അവിടെയൊക്കെ ഉണ്ട്. അമ്പലത്തിന്റെ ചുമരിലായിട്ട് ഒരുപാട് ശില്പങ്ങളുണ്ട്. ദേവിയുടെ പല രൂപത്തിലുള്ള ശില്പങ്ങളാണ് മുഴുവനായിട്ടുള്ളത്. വ്യത്യസ്തമായിട്ടുള്ള ഒരു രൂപമാണ് ഉള്ളത്. ഇവിടെയും ചുമരിൽ ഒരുപാട് ശില്പങ്ങൾ കാണാം. ഇത് മുഴുവൻ കല്ലിലാണ് കൊത്തിവെച്ചിട്ടുള്ളത്. അമ്പലത്തിന്റെ ഒരു വശത്തായിട്ട് ഒരു ക്ഷേത്രക്കുളം കാണാം. അപ്പൊ അവിടെ ഒന്ന് ഇറങ്ങി നോക്കട്ടെ. ക്ഷേത്രക്കുളത്തിൽ ഒരുപാട് ആളുകളുണ്ട്. കാലും കൈയും ഒക്കെ കഴുകി വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഇറങ്ങാനൊക്കെ പറ്റിയ നല്ല സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. കുളത്തിന്റെ ഒരു വശത്തായിട്ട് കൽപ്പടവുകൾ ഇരുന്നുകൊണ്ട് കുറെ ആളുകൾ നല്ല പ്രാർത്ഥനയിലാണ്. കവാടത്തിന്റെ ഇരുവശത്തായിട്ട് ഗർജിച്ച് നിൽക്കുന്ന രൂപത്തിൽ 2 സിംഹങ്ങളെയും കാണാം ഇവിടെ. ചുമരിൽ നിറയെ ദേവി ശില്പങ്ങളാണ് കൊത്തിവെച്ചിട്ടുള്ളത്. ചെറിയ രൂപത്തിൽ നിറയെ ദേവി ശില്പങ്ങളുണ്ട് ഇവിടെയൊക്കെ. അപ്പൊ ഇതിന്റെ പിന്നിലുള്ളൊരു ഐതിഹ്യം എന്താന്ന് വെച്ചാല്, ദശപുത്രി ആയിട്ടുള്ള സതീദേവി ശിവഭഗവാനെ പ്രണയിച്ച് വിവാഹം കഴിച്ചു എന്നും, എന്നാൽ ദശന് ഇതിൽ തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല. അപ്പൊ ഈ സമയത്ത് ദശനൊരു മഹായാഗം നടത്തുന്നുണ്ട്. ഈ യാഗത്തിലേക്ക് ഇവരെ രണ്ടുപേരെയും ക്ഷണിച്ചില്ല. എന്നാൽ തന്റെ അച്ഛൻ നടത്തുന്ന ഈ യാഗമായതുകൊണ്ട് ശിവനെയും കൂട്ടി ഈ യാഗത്തിൽ പങ്കെടുത്തു. അപ്പൊ ഈ സമയത്ത് ദശന് ശിവനെ അപമാനിച്ചു വിടാണ് ഉണ്ടായത്. അപ്പൊ ഈ അപമാനം സഹിக்க വയ്യാതെ ദശൻ ശിവനെ അപമാനിച്ചത് കണ്ടിട്ട് സതീദേവി ആത്മാഹൂതി ചെയ്തു. ഈ ആത്മാഹൂതി ചെയ്ത ശരീരവുമായിട്ട് ദശൻ പ്രപഞ്ചം മുഴുവൻ കറങ്ങി നടന്നു എന്നും, അങ്ങനെ ശിവന്റെ ഈ ഒരു സങ്കടത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടിയിട്ട് വിഷ്ണു തന്റെ സുദർശന ചക്രവും, ഈ ഒരു സുദർശന ചക്ര പ്രയോഗം കൊണ്ട് സതീദേവിയുടെ ശരീരം 51 കഷ്ണങ്ങളായിട്ട് പല ഭാഗങ്ങളിൽ തെറിച്ചു പോയി എന്നും, അത് 51 ശക്തിപീഠങ്ങളായിട്ടാണ് കണക്കാക്കുന്നത്. അതിൽ യോനിയുടെ ഒരു ഭാഗം വന്ന് വീണത് ഇവിടെയാണ്. അതുകൊണ്ടാണ് ഈ ക്ഷേത്രത്തിൽ യോനി പൂജ നിലവിലുള്ളത്. അംബുബാച്ചി ഉത്സവമാണ് ഇവിടുത്തെ പ്രധാന ആഘോഷ പരിപാടി. ജൂൺ മാസത്തിലെ അവസാന ആഴ്ചകളിലാണ് ഇത് നടത്താറുള്ളത്. ദേവിക്ക് ആർത്തവം വരുന്ന 3 ദിവസം ഈ ക്ഷേത്രം അടച്ചിടുകയും പിന്നീട് വരുന്ന 4ാമത്തെ ദിവസം മുതൽ 10 ദിവസം വരെ ഈ ക്ഷേത്രത്തിൽ നല്ല ആഘോഷവും ഉത്സവമായിരിക്കും. ഇതൊക്കെയാണ് ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് ആചാരങ്ങളും വിശ്വാസങ്ങളും ഒക്കെ. അമ്പലത്തിലേക്ക് വരുന്ന ആളുകൾക്ക് ഇവിടെ സൗജന്യമായിട്ട് ഉച്ചയ്ക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ട്. അപ്പൊ ഞാനതിന്റെ ക്യൂവിലാണ് ഇപ്പൊ ഉള്ളത്. അപ്പൊ ഇവിടുത്തെ ഭക്ഷണവും കാര്യങ്ങളൊക്കെ എങ്ങനെ ഉണ്ട് എന്ന് അറിയാലോ. ഒരു ഹാളിലൊക്കെ ഇട്ട് ഇവിടെ ഇരിക്കാൻ കുറച്ച് ചെയറുണ്ട്. അപ്പൊ അവിടെ ഇരിക്കാണ് ഇപ്പോ. ഇനി ഇവിടുന്ന് മിക്കവാറും ടോക്കൺ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. ഇതൊരു ടോക്കൺ കിട്ടി. ആ ടോക്കൺ ഇവിടെ കാണിച്ചു കൊടുക്കുമ്പോൾ ചോറ് കിട്ടും. ഈ സംഭവങ്ങളൊക്കെയാണ് ഇതിലുള്ളത്. ചോറ്, പിന്നെ ഒരു കറി, പായസം, പിന്നെ മധുരമുള്ള എന്തൊരു സംഭവമാണ്, പിന്നെ പപ്പടം.
ഇങ്ങനെയൊക്കെയാണ് ഇവിടുന്ന് കിട്ടുക. പിന്നെ കഴിക്കാനായിട്ട് ഇതാ ഇവിടെ വെച്ച് കഴിക്കുക, പിന്നെ നിലത്തിരുന്ന് കഴിക്കുക. നല്ല വൃത്തിയുള്ള സ്ഥലമാണ്. അപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ടോ നല്ല കിടിലൻ ഭക്ഷണമായിരുന്നു. ചോറും അതുപോലെ ചെറുപയറും പിന്നെ മത്തനും പയറൊക്കെ ഇട്ടിട്ടുള്ളൊരു കറി, പിന്നെ പായസം, പിന്നെ പപ്പടം, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. നല്ല കിടിലൻ ഭക്ഷണം തന്നെയായിരുന്നു. വേണ്ടവർക്ക് വീണ്ടും കിട്ടും ചെയ്യും. ഞാൻ ക്ഷേത്രത്തിന്റെ അകത്തേക്ക് കയറാൻ വേണ്ടിയിട്ടുള്ള പാസ് എടുത്തിട്ടുണ്ട് കേട്ടോ. ദാ ഇവിടെ നിന്നാണ് പാസ് കിട്ടുക. ഇവിടെ പുലർച്ചെ 3 മണിക്കൊക്കെ ആളുകൾ വന്ന് ക്യൂ നിൽക്കും. കണ്ടില്ല, ഇത്രയും ആളുകൾ വന്ന് നിൽക്കുന്ന സ്ഥലമാണ്. ആളുകൾക്ക് ഇരിക്കാനും ഒക്കെ ഉള്ള സൗകര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം നല്ല തിരക്കുള്ളൊരു സ്ഥലമാണെന്ന് ഇത് കാണുമ്പോൾ അറിയാലോ. പക്ഷെ ഇപ്പം ആരും ഇല്ല കേട്ടോ. ഇപ്പം സമയം ഉച്ചയ്ക്ക് ശേഷമാണ്, 2 മണിയായിട്ടുണ്ട്. എല്ലാവരും പുലർച്ചെ 3 മണിക്കാണ് ഇവിടെ വരിക. അപ്പം നല്ല തിരക്കും ഉണ്ടാവും. ഇപ്പോൾ വളരെ കുറച്ച് ആളുകൾ മാത്രമേ ഉള്ളൂ. ഞാൻ എടുത്തിട്ടുള്ളത് ജനറൽ ടിക്കറ്റാണ് കേട്ടോ. ഇതിന് പൈസ ഒന്നും കൊടുക്കണ്ട. മറ്റത് എളുപ്പത്തിൽ എത്തണം എന്നുണ്ടെങ്കിൽ 500 രൂപ കൊടുക്കണം. അപ്പം ഞാനൊരു സാധാരണ ടിക്കറ്റാണ് എടുത്തിട്ടുള്ളത്. ഞാനിപ്പോൾ ടിക്കറ്റൊക്കെ എടുത്ത് ക്യൂവിലെത്തിയിട്ടുണ്ട്. മണിക്കൂറുകളാവട്ടോ, 4-5 മണിക്കൂർ എന്തായാലും ആവാൻ സാധ്യത ഉണ്ട്. ഇപ്പോൾ 2 കാലമായി. എത്ര സമയം കൊണ്ടാണ് അവിടെ എത്തുമെന്ന് നോക്കാലോ. ദർശനം കഴിയുമ്പോഴേക്ക് ഒരുപാട് സമയം ഉണ്ടാവും. ഇപ്പം എൻ്റെ മുന്നിലുള്ള ആളുകളാണ് കേട്ടോ. ഇവരൊക്കെ ഇരിക്കുകയാണ്. ഒരുപാട് സമയമായിട്ടുണ്ടാവും. ഞാനിപ്പോൾ അവസാനമായിട്ട് വന്നതാണ്. ഇപ്പം എൻ്റെ ബാക്കിൽ ആരും വന്നിട്ടില്ല. അപ്പോൾ ഇതാണിപ്പോൾ ഇവിടുത്തെ സ്ഥിതി. ഒരുപാട് വെയിറ്റിംഗ് ഉണ്ട് ഇവിടെ. അപ്പം ഞാൻ അമ്പലത്തിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തിറങ്ങിട്ടോ. ഇപ്പോൾ 5:45 സമയം. ഞാനിവിടെ വന്നത് 2:15 ഇതിൻ്റെ ഉള്ളിൽ കയറിയത്. അപ്പോൾ 3.5 മണിക്കൂറാണ് ഇതിൻ്റെ ഉള്ളിൽ ക്യൂ നിന്നിട്ടുള്ളത്. അപ്പോൾ ആലോചിച്ചാൽ അറിയാലോ ഇതിൻ്റെ ഉള്ളിലത്തെ ഒരു തിരക്ക്. അപ്പം അത്രയും ജനങ്ങളാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഓരോ സമയത്തും നല്ല ജനത്തിരക്കാണ്. പുലർച്ചെ 3 മണിക്കൊക്കെയാണ് ആളുകൾ ഇവിടെ ക്യൂ നിൽക്കുക. 7 മണിക്കാണ് തുറക്കുക. അപ്പോൾ ഇത്രയും സമയം ഇവിടെ ഫുള്ള് ആളുകളാണ് ഉണ്ടായിട്ടുള്ളത്. ഇനി ഇപ്പോഴും അത് ഒരുപാട് ആളുകൾ ക്യൂവിലാണ്. അപ്പോൾ നല്ല തിരക്കുള്ള ഒരു അമ്പലമാണ് ഈ കാമാഖ്യ ടെമ്പിള്.